സുഹൃത്തുക്കളെ, അന്നേരം ഇനി ഒരുപാട് ദിവസമില്ല കേട്ടോ, ഇനി വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ കൂടി മാത്രം കേട്ടോ. അതായത് കനകക്കുന്ന് കൊട്ടാരത്തിൽ ഫ്ലവർ ഷോ, നല്ല അടിപൊളി ഒരു ഫ്ലവർ ഷോ വരുന്നുണ്ട്. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം, അതായത് ഏകദേശം ലൈറ്റ് തന്നെ കനകക്കുന്ന് കൊട്ടാരവും ആ ഏരിയ ഫുള്ള് ലൈറ്റ് ഷോയും അതേപോലെ തന്നെ ഫ്ലവർ ഷോയും. അതായത് എന്താണ് ഫ്ലവർ ഷോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു തരാം. അന്നേരം നല്ല അടിപൊളി ഫ്ലവർ ഷോ ആയിരിക്കും. നമ്മളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം ആരൊക്കെ അവിടെ ഉണ്ടാവും ഈ കമൻറ്റിൽ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ. അന്നേരം എന്തൊക്കെ വെറൈറ്റീസാണ് നമ്മൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി അവിടെ കാണാൻ വേണ്ടി ഒരുക്കുന്നതൊക്കെ അറിയണ്ടേ. അന്നേരം ഇത് ചെറിയ കളികളൊന്നുമല്ല, വലിയ കളികൾ മാത്രം. DTPC, അതായത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതേപോലെ തന്നെ എല്ലാം, പാലോട് ബൊട്ടാനിക്കൽ ഗാർഡൻ, സൂവ്, അതേപോലെ തന്നെ മ്യൂസിയം, അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് നടന്ന ഫ്ലവർ ഷോ ആണ്. അന്നേരം അടിപൊളി ഫ്ലവർ ഷോ ആയിരിക്കും. അന്നേരം സമയം പോലെ വായോ, എല്ലാം കാണാം. അതേപോലെ നടന്ന് താഴെ, അതായത് താഴത്തെ കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റ് മുതൽ കറങ്ങി ഏറ്റവും അവസാനം വരെ ഫ്ലവറും ലൈറ്റും കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റുകൾ തന്നെ ആയിരിക്കും കേട്ടോ. അന്നേരം ചില്ലറയൊന്നുണ്ടോ, ഏകദേശം 1.25-1.5 കോടി രൂപയ്ക്കകത്തുള്ള ഫുൾ അറേഞ്ച്മെൻറ്റാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ എല്ലാം കണ്ട് മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ നിങ്ങൾ ചെടികളെ ഇഷ്ടപ്പെടുന്ന, പൂക്കളെ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ പച്ചക്കറികളെ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ കർഷകർക്കും അതൊക്കെ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരുപാട് സ്റ്റാളുകളും, കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും, അതേപോലെ തന്നെ ഫ്ലവർ അറേഞ്ച് ഏകദേശം എനിക്ക് തോന്നുന്നു 1,00,000 സ്ക്വയർ ഫീറ്റ്. അത് തന്നെ കനകക്കുന്ന് കൊട്ടാരം തന്നെ വളരെ മനോഹരമല്ലേ, ചെടികളും പൂക്കളും മരങ്ങളും അതേപോലെ തന്നെ ഇരിപ്പിടങ്ങളും, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അവിടെ ഇല്ലാത്തത് ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നേരം ആ ഒരു ഭാഗത്ത് ഇത്രത്തോളം നാച്ചുറലായിട്ടുള്ള ഫ്ലവർ അറേഞ്ച് ചെയ്ത് വലിയൊരു ഫ്ലവർ ഷോ കൂടി വരുന്ന എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. കെട്ടി മറച്ച് ഉള്ള ഡൂമിനകത്ത് വെച്ചിട്ടുള്ള ഫ്ലവർ ഷോ ഒന്നുമല്ല കേട്ടോ. കനകക്കുന്ന് കൊട്ടാരത്തിൽ നാച്ചുറലി ഉള്ള പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് പാലോട് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഒക്കെ എന്തായാലും ഒരുപാട് വർഷങ്ങളായിട്ട് നടന്ന ഷോ ആണ് കേട്ടോ. ചെറിയ ഷോ ഒന്നുമല്ല, വലിയ ഷോ, വലിയ കളികൾ മാത്രമാണ്. അന്നേരം ഈ സമയം പോലെ വായോ, നമ്മൾ നേരെ കനകക്കുന്ന് കൊട്ടാരത്തിൽ ഈ വരുന്ന 23-ാം തീയതി മുതൽ എല്ലാവർക്കും കാണാനായിട്ട്, 20-ാം തീയതി മുതൽ എന്തായാലും നമ്മൾ സെറ്റപ്പ് ആയി നമ്മൾ തിരുവനന്തപുരം കാണും. അന്നേരം 23-ാം തീയതി മുതലാണ് ഷോ വരുന്നത്, 2-ാം തീയതി വരെയാണ്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ, കാരണം ഇതെല്ലാം ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഇരിക്കുന്ന പല വെറൈറ്റി സാധനങ്ങളും അവിടെ എവിടെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ സാധനം എല്ലാം കൂടെ ഏകദേശം ഒരു 5-6 ലോഡ്, ഓരോ ലോഡും അവിടെ ഇറക്കുന്നത് നിങ്ങളെ കാണിച്ചു തരും. അതേപോലെ തന്നെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അവർ എടുക്കുന്ന വിദേശത്തു നിന്നൊക്കെ ഉള്ള ഫ്ലവേഴ്സും, അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ, എത്രയോ ലോഡ് സാധനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. അന്നേരം എങ്ങനെയാണ് സാധാരണ ലോക്കൽ ഫ്ലവർ ഷോ അല്ല, തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിനകത്ത് ഫ്ലവർ ഷോ എന്തായിരിക്കുമെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം എന്താണ് അല്ലേ, ആ ഒരു